UPA ഭരണകാലത്തെ ധനകാര്യ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുവെന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബജറ്റ് സമ്മേളനം ഇതിനായിട്ട് ഒരു ദിവസം കൂടി കൂട്ടുമെന്നും രാധാകൃഷ്ണൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം? ഈ UPAയുടെ പിടിപ്പുകേട് പുറത്തു കൊണ്ടുവരുന്നതിലൂടെ എന്താണ് BJP സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്? രാധാകൃഷ്ണൻ, ശരിക്കും ഇങ്ങനെ ഒരു ധവളപത്രം പുറപ്പെടുവിക്കുന്നതിലൂടെ BJP സർക്കാർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഒരുപക്ഷെ ഈ UPA സർക്കാർ മുഴുവൻ കുഴപ്പമാണെന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണമുണ്ടാകും എന്നാണോ അവർ കരുതുന്നത്? രാജ്യത്തിന്റെ ഈ ധനക്കമ്മി 5.1 അടുത്ത വർഷം അത് 4.5 കുറയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് അനുബന്ധമായിട്ട് ഉള്ള ബഡ്ജറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള ധനവ്യയ നിർദ്ദേശങ്ങൾ ഇല്ല, അഥവാ വലിയ ബുദ്ധിമുട്ടുകൾ രാജ്യത്തിനുണ്ടാക്കുന്ന രീതിയിലാണ് നിർദ്ദേശങ്ങളുള്ളത്. സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള വിഹിതം നൽകുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ UPA സർക്കാരിന്റെ കാലത്ത് നടന്നിരിക്കുന്ന വിനിമയങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് എന്ന് കാണിക്കുകയാണ് ഈ ധവളപത്രം കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, വിവിധ വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന തുക, ആ തുകയിൽ എത്ര ശതമാനം ലാപ്സായി പോയി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രഖ്യാപിക്കുക, അത് ഒരു തെളിവായി കൊണ്ടുവരിക, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ പറയുന്നത് ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഏതാണ്ട് 90 മുതൽ 100% വരെ വിനിയോഗിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചത്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPAയുടെ കാലത്ത് ഈ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 40 മുതൽ 60% വരെ മാത്രമാണ് പരമാവധി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. 1 രൂപ വിനിയോഗിക്കുമ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 95 പൈസയ്ക്ക് മുകളിൽ ആ പദ്ധതിക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമ്പോൾ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 55-നും 65-നും ഇടയിൽ പൈസ മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത് എന്ന വാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഏത് വിധത്തിലാണ് സുതാര്യത രാജ്യത്ത് വന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ധവളപത്രം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേർന്നത്.